തന്നെ ഏകദേശം ഒരു 20% ആൾക്കാർക്ക് ഇന്ന് PCOD കാണുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു 5 പേര് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് എന്തായാലും PCOD ഉണ്ട്. ഇന്നത്തെ കാലത്ത് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രശ്നമാണ് PCOD, വൈറ്റ് ഡിസ്ചാർജ്, ആർത്തവവേദന, ഹോർമോൺ ഇംബാലൻസ്. ഇതൊരു അസുഖമാണോ, അത് സാധാരണയാണോ? ഈ PCODനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ OP വരുന്ന ഒട്ടുമിക്ക എല്ലാ സ്ത്രീകളിലും അല്ലെങ്കിൽ പെൺകുട്ടികളിലും കണ്ടുവരുന്ന ഒരു അസുഖമാണ് PCOD എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു കോമൺ ആയിട്ട് തന്നെ ഏകദേശം ഒരു 20% ആൾക്കാർക്ക് ഇന്ന് PCOD കാണുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു 5 പേര് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് എന്തായാലും PCOD ഉണ്ടാവും. പക്ഷേ ഈ PCODനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഹോർമോൺ ഇംബാലൻസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു എൻഡോക്രൈൻ ഡിസോർഡർ. അതിൻ്റെ ഒരു ഫുൾ ഫോം പറയുകയാണെങ്കിൽ PCOD എന്നാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നാണ്. ഡിസീസ് എന്ന് പറയുമ്പോൾ അത് ഓവറി അല്ലെങ്കിൽ അണ്ടാശയത്തെ മാത്രം കേന്ദ്രീകരിച്ച് വരുന്നു. പക്ഷേ ഇത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് PCOS എന്നാണ്, അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം. സിൻഡ്രം എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം രോഗം എന്ന അർത്ഥമാണ് ഇതിന് വരുന്നത്. ഇതിൽ നമുക്കൊരു കുട്ടി ഈ പറഞ്ഞ പോലെ പീരീഡ്സ് ആവുന്നത് തൊട്ട് അല്ലെങ്കിൽ മെനോപോസ് ആർത്തവം നിൽക്കുന്നവരെ കോമൺ ആയിട്ട് വരുന്ന ഒരു എൻഡോക്രൈൻ ഡിസോർഡർ തന്നെയാണ് PCOD എന്ന് പറയുന്നത്. ഇതിൽ പല കാരണങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർത്തവ ക്രമക്കേടുകൾ തൊട്ട്, അതായത് നമ്മുടെ മെൻസ്ട്രേഷനിൽ ഇറഗുലാരിറ്റീസ് തൊട്ട് ഒരു പക്ഷേ ഒരു ഇൻഫെർട്ടിലിറ്റി വരെ കാരണമായേക്കാവുന്ന ഒരു എൻഡോക്രൈൻ ഡിസോർഡറാണിത്. പക്ഷേ എന്താ വെച്ചാൽ ഈ പറഞ്ഞ കുട്ടികളാണെങ്കിൽ അവർ ഒട്ടുമിക്ക ആൾക്കാരും ഇതിനെക്കുറിച്ച് ഒരു ബോധമല്ല എന്നുള്ളതാണ് സത്യം. നമുക്കിപ്പോൾ ഒരു മാസം നമുക്കറിയാം പീരീഡ്സ് വന്നില്ലെങ്കിൽ നമുക്ക് അത്രത്തോളം സുഖമാണ്. ഒരു മാസം നമുക്ക് ബ്ലീഡിങ് വന്നില്ലല്ലോ, 1-2 മാസം ഇല്ലെങ്കിൽ അതെന്താ കുഴപ്പമെന്ന് വെച്ച് നോക്കുന്ന ഒട്ടുമിക്ക കൗമാരപ്രായക്കാരായ കുട്ടികളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞൊരു കുട്ടി ആവുന്നില്ല അല്ലെങ്കിൽ വേറെ എന്ത് ഇഷ്യൂസ് വരുമ്പോഴാണ് ഒട്ടുമിക്ക ആൾക്കാരും ഇതിനെ കൂടുതൽ എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എടുക്കാൻ വരാറ്.